ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഇതുപോലെ ക്യൂട്ടായിട്ടുള്ള ഒരു ഗ്രാനി സ്ക്വയർ എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. വളരെ സിമ്പിളായിട്ട് ഒരു ഗ്രാനി സ്ക്വയർ നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ സൺഫ്ലവർ ചെയ്യാനായിട്ട് ഈ 3 കളർ യാൺസാണ് എടുത്തിട്ടുള്ളത്. ഫസ്റ്റ് നമുക്ക് ഈ ഒരു ബ്രൗൺ കളർ യാണ് യൂസ് ചെയ്തിട്ട് നമുക്കൊരു മാജിക് സർക്കിൾ ചെയ്ത് കൊടുക്കാം. കുറച്ച് ടൈലിൻ്റെ അധികം എടുത്തിട്ട് ഫിംഗറിലേക്ക് ഇങ്ങനെ ഒന്ന് ട്വിസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഇങ്ങനെ എടുത്തിട്ട് മാജിക് സർക്കിളിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സ്പേസിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യാം. നമുക്ക് 1 2 ചെയിൻ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് യാൺ ചെയ്തിട്ട് ഈ ഒരു സെൻറ്ററിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഹാഫ് ഡി സി ആണ് ചെയ്യുന്നത്. നമുക്ക് 8 ഹാഫ് ഡി സി ചെയ്ത് കൊടുക്കുക. 1 2 3 4 5 6 7 ഹാഫ് ഡി സി ചെയ്തു. ഈ ചെയിൻ 2 നമ്മളൊരു ഹാഫ് ഡി സി ആയിട്ട് കൗണ്ട് ചെയ്യാം. ടോട്ടൽ നമുക്ക് 8 ഹാഫ് ഡി സി ചെയ്യാം. ഈ ടൈലൻ്റ് ഒന്ന് വലിച്ചിട്ട് ടൈറ്റാക്കി കൊടുക്കാം. അതിന് ശേഷം നമ്മൾ ചെയ്ത ആ ഒരു ടോപ്പിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്കൊരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഫസ്റ്റ് റൗണ്ട് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. വീണ്ടും ചെയിൻ 2 ചെയ്യാം. ഈ റൗണ്ടിൽ നമ്മൾ എല്ലാ ചെയിനിലും 2 ഡബിൾ ക്രോഷ്യ എന്നുള്ള ഒരു 2 ഹാഫ് ഡബിൾ ക്രോഷ്യ എന്നുള്ള ഒരു പാറ്റേൺ ആണ് ചെയ്യുന്നത്. ചെയിൻ 2 ചെയ്യുക. സെയിം സ്പേസിൽ തന്നെ ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. പിന്നെ അടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് 2 ഹാഫ് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമ്മൾ ഓരോ ചെയിനിലും 2 ഹാഫ് ഡബിൾ ക്രോഷ്യ എന്നുള്ള ഒരു പാറ്റേൺ ഈ റൗണ്ട് മുഴുവനും ചെയ്യുക. അപ്പോൾ താഴെ നമുക്ക് 8 ഹാഫ് ഡി സി ആണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ റൗണ്ട് നമ്മൾ ഓരോ ചെയിനിലും 2 എണ്ണം വീതം ചെയ്യുമ്പോൾ നമുക്കത് 16 ഹാഫ് ഡി സി ആയിട്ട് ഇൻക്രീസ് ആയി വരും. അപ്പോൾ ഓരോ ചെയിനിലും ഓരോ ഹാഫ് ഡി സി എന്നുള്ളത് ഈ റൗണ്ട് മുഴുവനും ചെയ്ത് കൊടുക്കുക. ടോട്ടൽ നമുക്ക് 16 ഹാഫ് ഡി സി ആണ് ഈ റൗണ്ട് കഴിയുമ്പോൾ കിട്ടുക. പോലെ ലാസ്റ്റ് സ്റ്റെയിനിലും 2 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യും. 2 ഹാഫ് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്തപ്പോൾ നമുക്ക് 16 ഹാഫ് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് കിട്ടി. നമ്മൾ ടോപ്പിൽ ഫസ്റ്റ് ചെയ്ത 2 ചെയിനിൻ്റെ ടോപ്പിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്കൊരു സ്ലീപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ചെയിൻ 1 ചെയ്യാം. ഇനി നമ്മൾ വേറൊരു കളറാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ ഒരു യാണ് നമുക്ക് കട്ട് ചെയ്തിട്ട് അടുത്ത യാണ് ആഡ് ചെയ്ത് കൊടുക്കുക. യാണ് കട്ട് ചെയ്യുക. അതിന് ശേഷം ഇത് ഇങ്ങനെ മുകളിലേക്ക് വലിച്ചിട്ട് നമുക്കിവിടെ ടൈറ്റാക്കി കൊടുക്കുക. നമ്മൾ അടുത്ത കളർ യാണാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇനി നമ്മൾ അടുത്ത കളർ യാണ് യൂസ് ചെയ്യാനായിട്ട് കുറച്ച് ടൈലൻ്റ് അധികം എടുക്കുക. എന്നിട്ട് ഏതെങ്കിലും ഒരു ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. യാണ് ചെയ്യുക. ഇങ്ങനെ ബാക്ക് സൈഡിലേക്ക് ഈ ഒരു ഫിംഗർ കൊണ്ട് ഇത് പ്രസ് ചെയ്ത് പിടിച്ചിട്ട് യാണ് ചെയ്തിട്ട് മുകളിലേക്ക് എടുക്കുക. എന്നിട്ട് 1 2 3 ചെയിൻ ചെയ്യുക. യാണ് ചെയ്യുക. സെയിം സ്പേസിൽ തന്നെ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. യാണ് ചെയ്യുക. ഹുക്കിനെ മുകളിലേക്ക് വലിക്കുമ്പം നമുക്ക് 3 ലൂപ്പ് കിട്ടും. യാണ് ചെയ്യുക. 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. വീണ്ടും യാണ് ചെയ്യുക. സെയിം സ്പേസിൽ തന്നെ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. യാണ് ചെയ്യുക. ഹുക്കിനെ മുകളിലേക്ക് വലിക്കുമ്പോൾ ഹുക്കിൽ 4 ലൂപ്പ് കിട്ടും. യാണ് ചെയ്യുക. 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. അപ്പോൾ നമുക്ക് ഹുക്കിൽ 3 ലൂപ്പ് കിട്ടും. യാണ് ചെയ്യുക. ഈ 3 ലൂപ്പിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് എടുക്കുമ്പോൾ നമുക്ക് ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യ ഡിക്രീസിങ് സ്റ്റിച്ച് നമ്മൾ 3 ടൈംസ് ചെയ്തു. വീണ്ടും ചെയിൻ 2 ചെയ്യുക.
ചെയിൻ 1 ചെയ്യുക, yarn over ചെയ്യുക, തൊട്ടടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, yarn over ചെയ്യുക, ഹുക്കിനെ മുകളിലേക്ക് വലിക്കുമ്പോൾ ഹുക്കിൽ 3 ലൂപ്പ് കിട്ടും. yarn over ചെയ്യുക, 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക, വീണ്ടും yarn over ചെയ്യുക, തൊട്ടടുത്ത സ്പേസിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, yarn over ചെയ്യുക, ഹുക്കിനെ മുകളിലേക്ക് വലിക്കുമ്പോൾ 4 ലൂപ്പ് കിട്ടും. yarn over ചെയ്യുക, 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക, വീണ്ടും yarn over ചെയ്യുക, തൊട്ടടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, yarn over ചെയ്യുക, ഹുക്കിനെ മുകളിലേക്ക് വലിക്കുമ്പോൾ നമുക്ക് 5 ലൂപ്പ് കിട്ടും. yarn over ചെയ്യുക, 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക, അപ്പോൾ നമുക്ക് 4 ലൂപ്പ് കിട്ടും. yarn over ചെയ്യുക, ഈ 4 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കാം. ഇവിടെ നമ്മൾ 3 ചെയിൻ ചെയ്തതുകൊണ്ട് ചെറിയൊരു ഇതിൻ്റെ വ്യത്യാസം ഉണ്ടാവും. ഇനിയുള്ളത് മുഴുവനും സെയിം തന്നെ ചെയ്യുക. ചെയിൻ 1 ചെയ്യുക, yarn over ചെയ്യുക, തൊട്ടടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, yarn over ചെയ്യുക, ഹുക്കിനെ മുകളിലേക്ക് വലിക്കുമ്പോൾ 3 ലൂപ്പ് കിട്ടും. yarn over ചെയ്യുക, 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക, അപ്പോൾ നമുക്ക് ഹുക്കിൽ 2 ലൂപ്പ് കിട്ടും. വീണ്ടും yarn over ചെയ്യുക, സെയിം സ്പേസിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, yarn over ചെയ്യുക, ഹുക്കിനെ മുകളിലേക്ക് വലിക്കുമ്പോൾ നമുക്ക് ഹുക്കിൽ 4 ലൂപ്പ് കിട്ടും. yarn over ചെയ്യുക, 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക, അപ്പോൾ നമുക്ക് ഹുക്കിൽ 3 ലൂപ്പ് കിട്ടും. വീണ്ടും yarn over ചെയ്യുക, സെയിം സ്പേസിൽ തന്നെ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, yarn over ചെയ്യുക, ഹുക്കിനെ മുകളിലേക്ക് വലിക്കുമ്പോൾ ഇവിടെ 5 ലൂപ്പ് കിട്ടും. yarn over ചെയ്യുക, 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക, 4 ലൂപ്പ് കിട്ടും. yarn over ചെയ്യുക, ഈ 4 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. ഈ ഒരു പാറ്റേൺ ഈ റൗണ്ട് മുഴുവനും ചെയ്ത് കൊടുക്കുക. ചെയിൻ 1 ചെയ്യുക, തൊട്ടടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, മുകളിലേക്ക് വലിക്കുക, 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. അങ്ങനെ നമ്മൾ DC ഡിക്രീസിങ് ഇങ്ങനെ 3 പ്രാവശ്യം ചെയ്ത് കൊടുക്കണം. 4 ലൂപ്പാണ് ലാസ്റ്റ് കിട്ടുക. ഈ 4 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. അങ്ങനെ നമ്മൾ ഈ ഒരു റൗണ്ട് മുഴുവനും ചെയ്യുമ്പോൾ നമുക്ക് ഇപ്പോൾ 4 നമ്മൾ ചെയ്തു. ഇനി ഇത് മുഴുവനും ചെയ്യുമ്പോൾ നമുക്ക് 16 DC ഡിക്രീസിങ് കിട്ടണം. ആ ഒരു രീതിക്ക് ചുറ്റും ചെയ്തിട്ട് തിരിച്ചു വരാം. അങ്ങനെ ഞാനിവിടെ ഈ റൗണ്ട് മുഴുവനും DC ഡിക്രീസിങ് 3 ടൈംസ് ചെയ്തിട്ട് ലാസ്റ്റ് ഇവിടെ എത്തിയിട്ടുണ്ട്. ഇങ്ങനെ എനിക്കിപ്പോൾ കൗണ്ട് ചെയ്തപ്പോൾ 15 ഡിക്രീസിങ് സ്റ്റിച്ച് കിട്ടിയിട്ടുണ്ട്. ലാസ്റ്റ് അടുത്ത സ്റ്റിച്ചിലും ഇതുപോലെ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, yarn over ചെയ്യുക, ഹുക്കിന് മുകളിലേക്ക് വലിക്കുമ്പോൾ 3 ലൂപ്പ് കിട്ടും. yarn over ചെയ്യുക, 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക, വീണ്ടും തൊട്ടടുത്ത സ്പേസിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, yarn over ചെയ്യുക, ഹുക്കിന് മുകളിലേക്ക് വലിക്കുമ്പോൾ നമുക്ക് 4 ലൂപ്പ് കിട്ടും. yarn over ചെയ്യുക, 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുമ്പോൾ 3 ലൂപ്പ് കിട്ടും. yarn over ചെയ്യുക, സെയിം സ്പേസിൽ തന്നെ ഇൻസേർട്ട് ചെയ്യുമ്പോൾ 5 ലൂപ്പ് കിട്ടും. yarn over ചെയ്യുക, 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക, ലാസ്റ്റ് നമുക്ക് 4 ലൂപ്പ് കിട്ടും. yarn over ചെയ്യുക, ഈ 4 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. ചെയിൻ 1 ചെയ്യുക, ഫസ്റ്റ് ചെയ്തിട്ടുള്ള ആ DC ഡിക്രീസിങ്ങിൻ്റെ ടോപ്പിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്കൊരു സ്ലീപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ളൊരു റൗണ്ടാണ് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് ചെയിൻ 1 ചെയ്യുക, യാണ് കട്ട് ചെയ്യുക. നമ്മൾ വേറെ അടുത്ത കളറ് യാണാണ് യൂസ് ചെയ്യുന്നത്. യാണ് കട്ട് ചെയ്തതിന് ശേഷം ഈ യാണിങ്ങനെ വലിച്ച് ടൈറ്റാക്കി കൊടുക്കുക. അപ്പോൾ നമുക്ക് 2 റൗണ്ട് കഴിഞ്ഞപ്പോൾ ഈ ഒരു മോഡലാണ് കിട്ടിയിട്ടുള്ളത്. ഇനി നമ്മൾ അടുത്ത കളറ് യാണ് യൂസ് ചെയ്യുക. ഇവിടെ യെല്ലോ കളർ യാണാണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ തന്നെ ജോയിൻ ചെയ്യണമെന്നില്ല. ഏതെങ്കിലും ഒരു ഭാഗത്ത് ചെയിൻ സ്റ്റിച്ചിൻ്റെ ആ ഒരു ഭാഗത്ത് ചെയിൻ സ്റ്റിച്ചിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. കുറച്ച് ടൈലൈൻ്റെ അധികം എടുക്കുക. ഈ ഫിഗറിനെ കൊണ്ട് ഇവിടെ ഇങ്ങനെ ടൈറ്റാക്കി പിടിച്ചതിന് ശേഷം yarn over ചെയ്യുക, ഹുക്കിനെ മുകളിലേക്ക് വലിക്കുക. 1 2 3 ചെയിൻ ചെയ്യുക. yarn over ചെയ്യുക, സെയിം സ്പേസിൽ തന്നെ നമുക്ക് ഒരു ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. സെയിം തന്നെ ഒരു ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. അങ്ങനെ ചെയിൻ 3 നമ്മളൊരു ഡബിൾ ക്രോഷ്യ ആയിട്ട് കൗണ്ട് ചെയ്യും. ബാക്കി 2 ഡബിൾ ക്രോഷ്യ. അങ്ങനെ ടോട്ടൽ നമ്മൾ 3 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്തു. ചെയിൻ 1 ചെയ്യുക, തൊട്ടടുത്ത ചെയിനിൽ ഇതുപോലെ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് 3 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. 1 2 3 ചെയിൻ 1 ചെയ്യുക, അടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, 3 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. 1 2 3 ചെയിൻ 1 ചെയ്യുക, വീണ്ടും 3 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. 1 അങ്ങനെ നമ്മൾ എല്ലാ ചെയിനിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഓരോ ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് വീതം അങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് ഈ റൗണ്ട് കംപ്ലീറ്റ് ആകുമ്പോൾ 16
3 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ചിൻ്റെ 16 സെറ്റ് നമുക്ക് കിട്ടും. ആ ഒരു രീതിക്ക് നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കുക. 3 ഡബിൾ ക്രോഷ്യ 3 ഡബിൾ ക്രോഷ്യ 3 ഡബിൾ ക്രോഷ്യ എന്നിങ്ങനെ എല്ലാ ചെയിനിനും 3 ഡബിൾ ക്രോഷ്യ വീതം ചെയ്തിട്ട് തിരിച്ചു വരാം. അങ്ങനെ ഞാൻ എല്ലാ ഇങ്ങനെയുള്ള സ്പേസിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്ക് ചുറ്റും ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്പേസിൽ ചെയ്യുമ്പോൾ നമുക്ക് തെറ്റാതെ 16 സ്റ്റിച്ച് തന്നെ കിട്ടും. ഇനി അടുത്ത ഈ ഒരു സ്പേസിൽ തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. സ്പേസിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് 3 DC കൂടി ചെയ്യുക. അങ്ങനെ ടോട്ടൽ നമുക്ക് 16 DC ആണ് ഈ ഒരു റൗണ്ടിൽ കിട്ടുക. ഇനി ചെയിൻ 1 ചെയ്യുക. നമ്മൾ ഫസ്റ്റ് ചെയ്ത 3 ചെയിനിൻ്റെ ടോപ്പിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഒരു സ്ലീപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ചെയിൻ 1 ചെയ്യുക, യാണ് കട്ട് ചെയ്യുക. ഞാനിങ്ങനെ വലിച്ച് ടൈറ്റാക്കി കൊടുക്കും. അപ്പോൾ ഈ ഒരു പാറ്റേൺ ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് ഏത് കളർ യാണാണോ ബേസ് യൂസ് ചെയ്യുന്നത് ആ കളർ യാണ്. ഇപ്പോൾ ഞാൻ വൈറ്റ് കളർ ഫ്രോക്കാണ് ചെയ്യുന്നത്. അപ്പോൾ ആ വൈറ്റ് കളർ യാണ് യൂസ് ചെയ്യുക. അല്ലെങ്കിൽ ബ്ലാക്ക് ആണെങ്കിൽ ഏത് കളറാണെങ്കിലും അങ്ങനെ യൂസ് ചെയ്യുക. ഏതെങ്കിലും ഒരു സ്പേസിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. കുറച്ച് ടൈലൻ്റ് അധികം എടുത്തിട്ട് 1 2 3 4 ചെയിൻ ചെയ്യുക. 2 ടൈംസ് യാൺ ഓവർ ചെയ്യുക. സെയിം സ്പേസിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, യാൺ ഓവർ ചെയ്യുക. ഹുക്കിനെ മുകളിലേക്ക് വലിക്കുമ്പോൾ 4 ലൂപ്പ് കിട്ടും. യാൺ ഓവർ ചെയ്യുക, 2 ലൂപ്പിനൂടെ പുറത്തേക്ക് എടുക്കുക. അപ്പോൾ നമുക്ക് 3 ലൂപ്പ് കിട്ടും. യാൺ ഓവർ ചെയ്യുക, 2 ലൂപ്പിനൂടെ പുറത്തേക്ക് എടുക്കുക, 2 ലൂപ്പ് കിട്ടും. യാൺ ഓവർ ചെയ്യുക, 2 ലൂപ്പിനൂടെ പുറത്തേക്ക് എടുക്കുക. അപ്പോൾ നമ്മളൊരു ട്രിപ്പിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്തു. വീണ്ടും 2 ടൈംസ് യാൺ ഓവർ ചെയ്തിട്ട് സെയിം സ്പേസിൽ തന്നെ ഒരു ട്രിപ്പിൾ ക്രോഷ്യ സ്റ്റിച്ച് കൂടി ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ 4 ചെയിന് ചെയ്തത് ഒരു ട്രിപ്പിൾ ക്രോഷ്യ ആയിട്ട് കൗണ്ട് ചെയ്യും. അതിന് കൂടാതെ 2 ട്രിപ്പിൾ ക്രോഷ്യ കൂടി ചെയ്തു. അങ്ങനെ ടോട്ടൽ നമ്മൾ 3 ട്രിപ്പിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്തു. ചെയിൻ 2 ചെയ്യുക. വീണ്ടും 2 ടൈംസ് യാൺ ഓവർ ചെയ്തിട്ട് ഈ സെയിം സ്പേസിൽ തന്നെ നമുക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് വീണ്ടും 2 ടൈംസ് യാൺ ഓവർ ചെയ്യുക. സെയിം സ്പേസിൽ തന്നെ 2 ട്രിപ്പിൾ ക്രോഷ്യ സ്റ്റിച്ച് കൂടി ചെയ്യുക. അങ്ങനെ ടോട്ടൽ നമ്മൾ 6 ട്രിപ്പിൾ ക്രോഷ്യ സ്റ്റിച്ചാണ് ഈ ഒരു സ്പേസിൽ ചെയ്യുന്നത്. ഇത് നമ്മളൊരു കോർണറാണ്. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ 4 ചെയിൻ ചെയ്തു, 2 ട്രിപ്പിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്തു, അതിനുശേഷം 2 ചെയിൻ ചെയ്തു, പിന്നെ നമ്മൾ വീണ്ടും 3 ട്രിപ്പിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്തു. ഇനി നമ്മൾ അടുത്ത സ്പേസിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് 3 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. 1 2 3 3 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്തു. അതുപോലെ തന്നെ അടുത്ത സ്പേസിലും 3 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. 1 2 3 അടുത്ത സ്പേസിലും 3 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. 1 2 3 അപ്പോൾ നമ്മൾ 6 ട്രിപ്പിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്തു. അതിനുശേഷം 3 സ്പേസിലും 3 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് വീതം ചെയ്തു. ഇനി അടുത്ത സ്പേസിൽ നമ്മൾ 2 ടൈംസ് യാൺ ഓവർ ചെയ്തിട്ട് അടുത്ത കോർണറാണ്. കോർണറിൽ നമ്മൾ 3 ട്രിപ്പിൾ ക്രോഷ്യ 2 ചെയിൻ 3 ട്രിപ്പിൾ ക്രോഷ്യ സ്റ്റിച്ചാണ് ചെയ്യുന്നത്. 3 ട്രിപ്പിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. 3 ട്രിപ്പിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്തു. ചെയിൻ 2 ചെയ്യുക. 1 2 വീണ്ടും നമ്മൾ സെയിം സ്പേസിൽ തന്നെ 3 ട്രിപ്പിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. 1 2 3 ട്രിപ്പിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്തു. ഇനി അടുത്ത 3 സ്പേസിലും 3 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് വീതം ചെയ്ത് കൊടുക്കുക. 1 2 3 അടുത്ത സ്പേസിലും 1 2 3 അടുത്ത സ്പേസിലും 1 2 3 3 സെറ്റ് 3 ട്രിപ്പിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്തു.
ഇനി അടുത്ത ഫോർത്തിൽ നമ്മൾ 3 ട്രിപ്പിൾ ക്രോഷേ 2 ചെയിൻ 3 ട്രിപ്പിൾ ക്രോഷേ ചെയ്യുക. അടുത്ത തേർഡ് കോർണർ ആണ് നമ്മളിവിടെ ചെയ്യുന്നത്. 4 കോർണറാണ് ഉണ്ടാവുക. 4 കോർണറിലും നമ്മൾ 3 ട്രിപ്പിൾ ക്രോഷേ 2 ചെയിൻ 3 ട്രിപ്പിൾ ക്രോഷേ ചെയ്യുക. അപ്പോൾ ഒരു സ്പേസിൽ തന്നെ ഒരു കോർണറിൽ നമുക്ക് 6 ട്രിപ്പിൾ ക്രോഷേ സ്റ്റിച്ച് കിട്ടും. ആ 3 ട്രിപ്പിൾ ക്രോഷേൻ്റെ നടുവിലായിട്ട് നമ്മൾ 6 ട്രിപ്പിൾ ക്രോഷേൻ്റെ നടുവിലായിട്ട് നമ്മൾ 2 ചെയിൻ ചെയ്യും. അപ്പോൾ ഇവിടെ അടുത്ത കോർണറും ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് 3 സ്പേസിലും 3 ഡബിൾ ക്രോഷേ സ്റ്റിച്ച് വീതം ചെയ്ത് കൊടുക്കുക. 1 2 3. അടുത്തതിലും 1 2 3. അടുത്ത സ്പേസിലും 1 2 3. ഇനി അടുത്തതിൽ നമ്മൾ കോർണറാണ് ചെയ്യുന്നത്. 3 ട്രിപ്പിൾ ക്രോഷേ 1 2 3. 3 ട്രിപ്പിൾ ക്രോഷേ 2 ചെയിൻ 3 ട്രിപ്പിൾ ക്രോഷേ ചെയ്ത് കൊടുക്കുക. 2 ചെയിൻ 3 ട്രിപ്പിൾ ക്രോഷേ കൂടി ചെയ്യുക സെയിം സ്പേസിൽ. ഇത് നമ്മളെ ഫോർത്ത് കോർണറാണ്. ഇവിടെ നമുക്ക് 4 കോർണറും റെഡിയാക്കി കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മൾ അടുത്ത 3 സ്പേസിലും 3 ഡബിൾ ക്രോഷേ സ്റ്റിച്ച് വീതം ചെയ്ത് കൊടുക്കുക. 1 2 3. അടുത്ത സ്പേസിലും 1 2 3. അടുത്ത സ്പേസിലും 1 2 3. ഇത് നമ്മൾ ഫസ്റ്റ് 4 ചെയിൻ ചെയ്ത 4 ചെയിനിൻ്റെ ടോപ്പിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. യാൺ ഓവർ ചെയ്യുക. ഹുക്കിന് മുകളിലേക്ക് വലിക്കുമ്പോൾ 2 ലൂപ്പ് കിട്ടും. ഒരു ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. ചെയിൻ 1 ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ ഒരു കോർണർ ഗ്രാനി സ്ക്വയർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. 4 കോർണറും ആയിട്ട് 1 2 3 4 4 കളേഴ്സിലാണ് നമ്മളിവിടെ ചെയ്തെടുത്തിട്ടുള്ളത്. ഇത് നിങ്ങൾക്ക് എത്ര വലിപ്പത്തിലും വേണമെങ്കിലും ചെയ്യാം. നമുക്ക് അടുത്ത റൗണ്ട് ചെയ്യാനായിട്ട് ഈ ഒരു സ്പേസിലേക്ക് എത്തുന്നത് വരെ ഒരു സ്ലീവ് സ്റ്റിച്ച് കൂടി ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു സ്പേസിലേക്ക് വീണ്ടും ഒരു സ്ലീവ് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇവിടെ ഈ ഒരു സ്പേസിൽ എത്തിയിട്ടുണ്ട്. 3 ചെയിൻ ചെയ്യുക. 1 2 3. 3 ചെയിൻ ചെയ്തതിന് ശേഷം 2 ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. 1 2. 2 ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. ചെയിൻ 2 ചെയ്യുക. ചെയിൻ സ്പേസിൽ 3 ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. കഴിഞ്ഞ റൗണ്ടിൽ നമ്മൾ ട്രിപ്പിൾ ക്രോഷേ സ്റ്റിച്ചാണ് കോർണറിൽ ചെയ്തിട്ടുള്ളത്. ഈ റൗണ്ടിൽ നമ്മൾ ഡബിൾ ക്രോഷേ സ്റ്റിച്ചാണ് കോർണറിൽ ചെയ്യുന്നത്. നമ്മൾ ഈ ഒരു സ്പേസിൽ ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. 2 3. 3 ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. അതുപോലെ അടുത്ത സ്പേസിലും 3 ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. കോർണർ എത്തുന്ന വരെ എല്ലാ സ്പേസിലും 3 ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. കോർണർ എത്തുന്നത് വരെ എന്ന് പറയുമ്പോൾ നമുക്ക് 4 സ്പേസ് ഉണ്ടാവും. ഈ 4 സ്പേസിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്ക് 3 ഡബിൾ ക്രോഷേ സ്റ്റിച്ച് വീതം ചെയ്ത് കൊടുക്കുക. ഈ കോർണറിൽ എത്തിയിട്ടുണ്ട്. കോർണറിൽ 3 ഡബിൾ ക്രോഷേ 2 ചെയിൻ 3 ഡബിൾ ക്രോഷേ ചെയ്യുക. 2 ചെയിൻ ചെയ്യുക. വീണ്ടും 3 ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. 1
2 3. അടുത്ത സ്പേസിൽ ഹുക്ക് ഇൻസെർട്ട് ചെയ്യുക. അടുത്ത കോർണർ എത്തുന്നത് വരെ നമുക്ക് 4 സ്പേസ് ഉണ്ടാവും. ആ 4 സ്പേസിലും ഇങ്ങനെ നമ്മൾ 3 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് വീതം ചെയ്തിട്ട് അടുത്ത കോർണർ എത്തുന്നത് വരെ ചെയ്ത് കൊടുക്കുക. അതുപോലെ അടുത്ത കോർണറിൽ 3 ഡബിൾ ക്രോഷ്യ 2 ചെയിൻ 3 ഡബിൾ ക്രോഷ്യ ചെയ്യുക. അങ്ങനെ നമ്മൾ ഈ റൗണ്ട് മുഴുവനും ചെയ്തിട്ട് തിരിച്ചു വരാം. നമ്മളിവിടെ ലാസ്റ്റ് DC ചെയ്തിട്ടുണ്ട്, 3 DC ചെയ്തു. ഇനി ഫസ്റ്റ് 3 ചെയിൻ ചെയ്ത ആ ഒരു ചെയിനിൻ്റെ ടോപ്പിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ചെയിൻ 1 ചെയ്യുക, യാണ് കട്ട് ചെയ്യുക. അതിനുശേഷം നമുക്ക് യാണിങ്ങനെ വലിച്ച് ടൈറ്റാക്കി കൊടുക്കുക. അപ്പോൾ നമുക്കിവിടെ ഗ്രാനി സ്ക്വയർ റെഡി ആയിട്ടുണ്ട്.